മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യൻ്റെ അടുക്കൽ നിന്നും കണ്ണൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ള സത്യം അറിയുന്ന സ്വാതിയാണെങ്കിൽ കണ്ണൻ്റെ ജീവിതത്തിലോട്ട് ഇനി തിരിച്ചില്ല എന്നുള്ള സത്യം എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും സ്വാതി പറയുന്നതിൽ കാര്യമുണ്ടെന്നല്ല സീമന്തിനിക്കും വാമദേവനും മനസ്സിലാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ദുർഗയാണെങ്കിൽ സ്വാതിയുടെ പിറകെ നിന്ന് പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ പറയരുത്, അവൻ്റെ ജീവിതത്തിലോട്ട് നീ വന്നാൽ മാത്രമല്ലേ നമ്മൾക്ക് സ്വത്തുക്കളെല്ലാം കിട്ടുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ സ്വത്തുക്കൾ മാത്രം കൊണ്ടൊന്നും ആയില്ല അപ്പച്ചി, എനിക്കാണെങ്കിൽ നല്ലതുപോലെ ജീവിക്കുന്ന എൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരാളെയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടാൻ എന്നെ കൊണ്ടാവില്ല എന്നുള്ള സ്വാതി തീർത്ത് പറയാണ്. അങ്ങനെ അമ്മ പോകല്ലേ, ഞാൻ അമ്മയുടെ കൂടെ തന്നെ തിരിച്ചു വരികയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വാതിയാണെങ്കിൽ സ്വാതിയുടെ ഡ്രസ്സെല്ലാം എടുക്കാനായിട്ട് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഒരു കണക്കിന് നന്നായി, ഇപ്പോൾ ഒരുത്തി ചെയ്ത പോലെയൊന്നും ആവില്ലല്ലോ, അതുകൊണ്ട് ഇത് നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നെല്ലാം വാമദേവനാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലല്ലേ അധികാരമൊന്നുമില്ലാത്തത്, ഫിനാൻസിയേഴ്സിൽ അതെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് കണ്ണേട്ടൻ്റെ സാരഥിയായിട്ട് തന്നെ എപ്പോഴും ഉണ്ണിയേട്ടൻ ഉണ്ടാകണം എന്ന് പറയുമ്പോഴേക്കും ഉണ്ണി ചോദിക്കുന്നുണ്ട്, സാരഥിയോ? അതേ, ഡ്രൈവറായിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എപ്പോഴും കണ്ണേട്ടൻ്റെ കൂടെ ഉണ്ണിയേട്ടനുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും കണ്ണേട്ടനുമായിട്ട് ഇനി ഒരുമിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഫിനാൻസിയസിലും അവൾക്ക് അധികാരമുണ്ടെന്നെല്ലാം മുണ്ണി പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല, ഇപ്പോൾ കണ്ണേട്ടനല്ലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അതുകൊണ്ട് അതിനകത്ത് ഉണ്ണിയേട്ടനൊരു ക്യാബിൻ തരാൻ കണ്ണേട്ടനോട് പറയണമെന്നും എന്നാൽ മാത്രമേ കണ്ണേട്ടൻ അവിടെ ഇനി തുടർന്ന് പോകാൻ കഴിയുള്ളൂ എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഉണ്ണിയേട്ടൻ എപ്പോഴും കണ്ണേട്ടൻ്റെ കൂടെ വേണമെന്നും അയാളുടെ രക്തം എപ്പോഴും തിളപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം, എന്നാൽ മാത്രമേ അവളെ വകവരുത്താനായിട്ട് കണ്ണേട്ടൻ ശ്രമിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കണ്ണേട്ടനെ നമുക്ക് ജയിലിലാക്കുക, കമ്പനിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ണിയേട്ടൻ്റെ കൈകളിൽ എത്തുകയും ചെയ്യുമെന്നെല്ലാം പറയുന്നത് കേട്ട ഉണ്ണിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് കരുണ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണിയാണെങ്കിൽ കണ്ണേട്ടൻ്റെ ഫൈനാൻസിയേഴ്സിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മഹാലക്ഷ്മിയെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഇവിടെ അവകാശം എന്ന് ചോദിക്കുന്നു. എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിക്കാൻ നിനക്കെന്താണ് അധികാരം എന്നെല്ലാം മഹാലക്ഷ്മി തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ണനാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അങ്ങനെ മഹാലക്ഷ്മി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണേട്ടനോടായിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാണ് ഇവരെ ഇവിടെ വരാനായിട്ട് അനുവദിച്ചത്? കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം ഇവർക്ക് എഴുതി കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇവരുടെ വായിലിരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നതെന്നല്ല ഉണ്ണി പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനാണ് ഉണ്ണി, അവർക്ക് ഇതിൻ്റെ 3/4 ഭാഗവും അവകാശമുണ്ട്, അതുകൊണ്ട് അവർക്കാണ് ഇവിടെ ആരെ നിർത്തണമെന്നും വേണ്ടാത്തതൊന്നും എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം, അതുകൊണ്ട് എനിക്കൊന്നും ഇതിൽ തലയിടാൻ പറ്റില്ല, നിൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് എനിക്കാണെങ്കിൽ വളരെ വിഷമമാകുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വീണ്ടും മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ കൂടെ എപ്പോഴും ഞാനും കണ്ണേട്ടൻ്റെ ക്യാബിനകത്ത് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ ഒരിക്കലും കണ്ണേട്ടൻ്റെ കൂടെ നിർത്താൻ സമ്മതിക്കില്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഹിയാണെങ്കിൽ ആട്ടി ഇറക്കുന്നുണ്ട് ഉണ്ണിയെ. ഇത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ സമനില തെറ്റിയിട്ട് ഉണ്ണി വീണ്ടും കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറയുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ നിസ്സഹായാവസ്ഥ കാണിച്ചുകൊണ്ട് തന്നെ കൈമലർത്തുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയുടെ ക്യാബിനകത്തോട്ട് വരുന്ന കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി അഭിനന്ദിക്കുന്നുണ്ട്, ഇങ്ങനെ വേണം ഓരോരുത്തരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിവിടാൻ, എന്നാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നെല്ലാം മഹാലക്ഷ്മിയുടെ ആയിട്ട് പറയുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടന് ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ താൻ ചെയ്യുന്നതെന്നും അതങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനെന്നെല്ലാം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ലേഖയോടും അനന്തുവിനോടായിട്ട് ഉണ്ണി വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അനന്തു ആണെങ്കിൽ ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് യാതൊരുവിധ അവകാശമില്ലാത്ത ആ കമ്പനിയിൽ ചെന്ന് നീ മഹാലക്ഷ്മിയോട് തട്ടിക്കയറി സംസാരിച്ചത് എന്തിൻ്റെ അവകാശത്തിലാടാ എന്ന് ചോദിച്ചുകൊണ്ട് വളരെയേറെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ട ഉണ്ണിയാണെങ്കിൽ പറയുന്നുണ്ട്, തനിക്കെന്ത് അവകാശം, ഞാൻ എൻ്റെ ഏട്ടൻ്റെ കമ്പനിയിലാണ് പോയത്, അല്ലാതെ അവർക്ക് മാത്രം അവകാശമുള്ള കമ്പനിയിലല്ല, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോവുകയും ചെയ്യും, അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുമെന്നെല്ലാം പറയുമ്പോഴേക്കും സ്ത്രീകളുടെ മുന്നിൽ അക്രമം കാണിക്കുന്നവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ വലിയ ശിക്ഷയാണെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ, അത് നിനക്ക് ഞാൻ നേടിത്തരണമെന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്യുന്ന ഉണ്ണി. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.